അച്ഛാ ആ ഇത്തിരി മുമ്പ് ചിറ്റപ്പം വിളിച്ചായിരുന്നേട്ടാ. എന്തിനടേ? ആ ചുമ്മാ വിളിച്ചോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാൻ വേണ്ടിയായിരിക്കും. എന്നെ വിളിപ്പൊന്നുമല്ല കേട്ടോ പാവ. അതിപ്പോ പറഞ്ഞിട്ട് എന്താ അച്ഛനെ വിളിച്ചതും ചിറ്റപ്പനെ അച്ഛനെ ഓരോന്നും വിളിച്ച് പറയല്ലോ, അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചു. അതിന് സുരേന്ദ്രൻ എപ്പോൾ വിളിച്ചാൽ നിങ്ങൾ അച്ഛനെ എതിരല്ലേ പറയുള്ളൂ. അതെ, സംസാരിക്കുമ്പോഴേ അതല്ല കാര്യം ഗൗരവമായിട്ട് സംസാരിക്കണം, അല്ല മണ്ടത്തരം വിളിച്ച് പറയരുത്. അങ്ങനെ പറയണ്ട. കാര്യഗൗരവമുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ രീതിയിൽ അവന് കൈകാര്യം ചെയ്യാൻ അറിയാം. എങ്കിൽ അവനും ഉള്ള ആ വിളിക്കണം ആർച്ച വാസി. എട് എവിടെങ്കിലും ബെട്ട് വെക്കുമായിരിക്കും. ഹലോ, എന്താ ഡ്രസ്സിനെ ഉണ്ടല്ലോ എന്തിനേ ആണ് അയ്യടാ. പിന്നെ ഞാൻ പിടിക്കടാ കാറ്റ് അടിക്കണമെങ്കിൽ വെച്ചിട്ട് പടാ. ആ ഓ അതിനെ ജോലി നീ പിടിച്ചോണ്ടില്ലടാ. ആ ആ വെച്ചിട്ട് പോകണത് എന്താ ബാസി മോളിൽ നിൽക്കുന്നത്. അവൻ അവിടെ ഇപ്പൊ ഇതുവരെ മോളിലുണ്ടായിരുന്നു. അവൻ തുണി പിടിച്ചിട്ട് പോയെന്ന്. കാറ്റടിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് കയറി പിടിച്ചോ, പറക്കാതെ പിടിച്ചോളാം അവൻ എൻ്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് പറഞ്ഞ മഴ വരണമെങ്കിൽ എടുത്ത് അകത്തിടാൻ അവൻ്റെ തുണി എടുത്ത്. എങ്ങനെ ഇരിക്കുന്നു അച്ഛാ? പാവം അങ്കിളുടെ ഡ്രസ്സ് ഒന്ന് പോയി നോക്കിയോളേ. നീ പോയി നോക്കടാ. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വിളിച്ച മോളിൽ നനച്ചിട്ട് എല്ലാ തുണിയുടെ ഞാൻ പറഞ്ഞവിടെ അറിയും. ആ എടേ നീ വിളിച്ച് പറ, ഞാൻ ഇങ്ങനെ പറഞ്ഞായിട്ട് വിളിച്ച് പറയാം. എന്നാലും ആ ഭാഷ ഞങ്ങള് വാടക കൊടുക്കാൻ വെച്ച കാശെടുത്ത് ചെലവാക്കിയല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയതല്ലേ, അനുഭവിക്കട്ടെ. ഇനിയിപ്പോ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പുഷ്പലതാന്റെ ചെലവിന് പൈസ വെച്ച് കൊടുക്കുമല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് മിച്ചം പിടിച്ച് വെച്ചിട്ട് വാടക കൊടുക്കണം. അത്ര എളുപ്പമൊന്നല്ല മോനെ. മിനിമം 2 മാസത്തെ വാടകയുടെ പൈസ കൊടുക്കേണ്ടി വരും. എന്നാ ഒന്ന് പിടിച്ചു വെക്കാം. ഞാൻ വിചാരിച്ചേ അവൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോന്ന്. ഒന്നുമില്ല കേട്ടാ. ഉണ്ടെങ്കിൽ തന്നെ അത് മൊത്തം ചെലവാക്കി കളയുമല്ലോ, അതല്ലേ സ്വഭാവം. അങ്ങനെ ചെലവാക്കിയതാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. അച്ഛാ, അങ്കിളിന് ശരിക്കും എന്താ പരിപാടി? ജോലി എന്താണ്? ജോലിയൊന്നും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ആ പിന്നെ പണ്ടൊക്കെ ഒരു ഓയിൽ കടയിൽ നിന്ന് അത് എന്തോ തിരുവന നടത്തിയിട്ട് ആ കടവ പൂട്ടിച്ച്. അടിപൊളി. ആ മൊത്തത്തിൽ പെട്ട് നിൽക്കാണ് അപ്പൊ ബാസിങ്ങള്. അതെ, ഇനിയിപ്പോ ഇവിടെ രാത്രി പ്രത്യക്ഷപ്പെടുള്ളൂ, അതുവരെ ചുറ്റി കറങ്ങി നടക്കും. ഒരു കാര്യം ചെയ്യുവാലോ, രാത്രി വരികയാണെങ്കിലേ ആ സെറ്റിലെങ്ങനെ കയറി കിടക്കാൻ പറ. ആ ഇതിന് നിന്നേന്ന് ഉറക്കൂല. നേരെ വിളിക്കുന്ന എന്തെങ്കിലും കൊതി നുണയൊക്കെ പറഞ്ഞ് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കിടക്കും. അത് നീ എന്നെ അടിച്ചിറക്കി വിടുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ഞാൻ പോണു. ഞാനേ ഇവിടെ കടിച്ചു പോയി കിടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ കൂടെ വന്നു. രണ്ടും പിടിക്കാനുള്ള പരിപാടിയാണ് അവൻ കാണിക്കുന്നത്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ശേഷു ആ പാറു. ബാസിങ്ങളെ ഓ അങ്ങനെ അവിടെ പോണ ബാഗ് ആയിട്ട്. ആ അത് പറയാം. അവരാരും ഇവിടെ ഇല്ലേ? എല്ലാരും ഉണ്ടാവത്തുണ്ട്. അതുണ്ടാ? ഓ വരട്ടെ. എന്തുറ്റി ഞങ്ങളെ എന്തുറ്റി ഇത് പറ്റേ മോയ് ബാസേണ ഓ നീലു എവിടെ പോണു? വേണ്ടേ ഇത് ബാഗായിട്ട് ഇവിടെ കയറി പുറത്തേക്കാൻ പോണ ഇത് വേണ വാസങ്ങളെ എന്നാ ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോണു? ഞാൻ പോണ്ടേ, നിങ്ങൾ പ്രാവശ്യം വരത്ത് പോണ്. നീ പോണെന്ന് പറയണ്ട, നീ മുങ്ങണമെന്ന് പറ. മിണ്ടാരി വരും. ബാസേണ ഈ 3 മാസത്തെ വാടക ഇവിടെ കൊടുക്കാനില്ലേ? അത് കൊടുക്കാണ്ട് അങ്ങോട്ട് പോയാൽ എങ്ങനെയാ? ഇല്ല ഇതിപ്പം അവർ അങ്ങനെ ഓണർ 2-3 നേരം വിളിച്ചോണ്ട് അവിടെ വന്ന് വീട്ടിൽ വന്ന് ബാക്കി കൊടുക്കാനുള്ള 24,000 രൂപ കൊടുക്കുമ്പോൾ എൻ്റെ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കുകയാണ്. പക്ഷേ ആ ഇത് പൈസ 24,000 എത്തിയാലേ അങ്ങനെ സാധനം എടുക്കാൻ സമ്മതിക്കുള്ളൂ. പൊയ്ക്കോളാൻ പറഞ്ഞു. അല്ല അപ്പൊ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ പറ്റുമോ അങ്ങളെ? പറ്റൂല. അയാളിനി എനിക്ക് താമസിക്കാൻ വീട് തരൂലൊന്നും. അതെന്ത് പരിപാടിയാ? അങ്ങളിൽ എത്ര നാളവിടെ താമസിച്ചോണ്ടിരുന്നത്, എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞ അതൊന്നും ശരിയാവില്ലല്ലോ അച്ഛാ. ഇറക്കി വിടാൻ പറ്റൂ അച്ഛാ? നമുക്കൊന്ന് ഇടപെട്ട് സംസാരിക്കണ. ഇപ്പം സംസാരിക്കാം, പക്ഷെ 3 മാസത്തെ വാടക കൊടുക്കാനില്ലേ? ഞാൻ അയാളെ ഭാഗത്താണ്. അച്ഛോ നമുക്ക് തൽക്കാലത്തിന് അവധി പറഞ്ഞു നോക്കിയല്ലേ? അത് ശരിയാണ്. എന്തിനൊരു പോംവഴി ഉണ്ടല്ലോ. ഒരു പോകാൻ വഴിയില്ല. പൈസ കൊടുക്കണം, ഇന്ന് കൊടുക്കണം. ഇല്ലെങ്കിൽ നാളെ വരെ വേറെ ആളെ വിളിച്ച് താമസിപ്പിക്കും അവർ. അതല്ല 3 മാസത്തെ അഡ്വാൻസ് ഉറപ്പില്ലേ? അത് അഡ്വാൻസ് പറ്റില്ല. അഡ്വാൻസിൻ്റെ ഇടപാടൊക്കെ പിന്നെ പുഷ്പലതയായിട്ടാണ്. ഇപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ അഡ്വാൻസിന് ആരും പുഷ്പലത വിളിക്കുകയാണെങ്കിൽ ഇനി അതും കൂടി പ്രശ്നമാവും. അയ്യോ കള്ളങ്ങൾ കാണിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. പറഞ്ഞതേ ഉള്ളൂ. അങ്ങളിതിപ്പോ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യേണ്ട, ആരും ഒന്നും ചെയ്യേണ്ട. ഞാൻ നേരെ അങ്ങ് അമ്മയുടെ അടുത്ത് പോകണം. അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് സാധനം എടുത്തുകൊണ്ട് പോവാം. ആ ബാസേണ ഇനി ഇങ്ങോട്ട് വരില്ലേ? ഇനിയാ ഇനിയിപ്പോൾ കുറച്ചു കാലം, കുറച്ചല്ല ഇനിയുള്ള കാലം അവിടെ തന്നെ അങ്ങ് നിൽക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലയാ. ഇതിപ്പം ഇവിടുന്ന് പോകാനുള്ള സമയമായി. അപ്പം പിന്നെ എന്തായാലും ഇവിടുന്ന് പൊക്കളയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പോയാലും നിങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ കാണും കേട്ടാ, എന്നും ഉണ്ടാവും. അറിഞ്ഞോ അറിയാതെ ഞാൻ ഒരുപാട് ഉപദ്രവങ്ങളും കളിതമാശയ്ക്ക് കല്ലാതെ ചെയ്തിട്ടുണ്ട്.
അതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അപ്പം അളിയാ ഞാൻ ഇറങ്ങട്ടാ. പിന്നെ നെയ്യാറ്റിൻകരയിൽ വരുമ്പോഴേ പിള്ളേരെ കൊണ്ട് വരുമ്പോൾ പ്രാവച്ചമ്പലത്തുനിന്ന് ഇറങ്ങണം. എനിക്കും പിള്ളേരെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. എന്നാ പോട്ടാ നിരുവേ ബാലു മക്കളെ പോട്ടാ ആകാശപ്പാ. ബാലു മുടിയാടേ മക്കൾ വലിപ്പം പറഞ്ഞ കേട്ടാ. ആര് പറഞ്ഞാലും മാങ്ങ നീ മറക്കത്. ഞാൻ എവിടെ മാറും? വാസേണ്ണ ഓ ബാലു അച്ഛാ ഡേയ് ഡേയ് നീ എവിടെ പോണു? നീ എവിടെ പോണു? പോണ്ടേ? നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കില്ലടേ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നിന്നെ ചവിട്ടി പുറത്താക്കും അങ്ങനെ ഇല്ലേ മക്കളെ? പിന്നല്ലാതെ നിന്റെ ഹൗസ് ഓണർ നമ്പർ ഹൗസ് ഓണർ നമ്പർ എഴുതിയിട്ടില്ല. എഴുതിട്ടോണ്ട് ഇറക്കണം. ഓ 9947 നിരു നമ്പർ അടി 9947 ആ 38 ആ 9889 സുഖം പറയാം. 9889 മാറിയ ഇതെന്തിനാ? അടി എടുത്ത കൃത്യത പറഞ്ഞു കൊടുത്താടാ. കറക്റ്റ്. അത് ഒരു 7000 രൂപ ഈ അക്കൗണ്ടിൽ ഇട്ടത്. അക്കൗണ്ടിൽ ഇടാ 7000 രൂപ ഇട്. ഞാനല്ലേ പറഞ്ഞ ഇട്. നീ ടൈപ്പ് ചെയ്ത് എടുത്തോടാ. എന്തിനാ? ഇടറാ ഒരു 7000 രൂപ ഇട് പറഞ്ഞാള്. ഇട്ടിട്ടുണ്ട്. നീ കിട്ടോ 7000 രൂപ. ബാക്കി മക്കളെ 7000 പേര്. മക്കളെ ലച്ചു നീ അങ്കിളിനെ ഇപ്പൊ ഒന്ന് സഹായിക്ക്. മക്കളെ ഇട് ചെന്നിക്കല്ലേ ഇടേ. ആ ആ ഇട്ട് മകളിട ആ ഇട്. നമ്പർ കാണിക്കൂ. 99473889. നമ്പർ കാണിക്കുക. ഇനി അവൻ്റെ അടുത്താണ് പറഞ്ഞ നമ്പർ കാണിക്കുക. ഇട്ടിട്ടുണ്ട്. ഇട്ടാ ആ ഇതല്ലേ ഇത് ബാസി ഞങ്ങൾ തന്നിരിക്കും. അച്ഛനാണ് സാക്ഷി. അച്ഛനാണ് സാക്ഷി ഇല്ലടാ. ആ ബാസി എന്ത് പറയണ്? ആ കൂടുതലൊന്നും വേണ്ട. കൂടുതൽ സങ്കടപ്പെടുത്തത് നെഞ്ചിൽ തട്ടി പറയാം. പറ. അറിയാതെ എവിടെയെങ്കിലും പാളിപ്പോയി ഞാൻ ഇവർക്ക് പൈസ കൊടുക്കാതായ എന്റെ അളിയാൻ കൊടുക്കണ അളിയാ.